ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ അപരന്മാർക്ക് തിരിച്ചടി. 86 പേരുടെ പത്രികയാണ് തള്ളിയത്. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച വൈകിട്ട് 3-ന് പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിക്കുമെന്നായി. പ്രധാനമായും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അപരന്മാർക്കുമാണ് തിരിച്ചടിയായത്. CSI മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷെർലി റസാലത്തിന്റെ നാമനിർദ്ദേശ പത്രികയടക്കം 9 നാമനിർദ്ദേശ പത്രികയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തള്ളിയത്. ഇനി തിരുവനന്തപുരത്ത് 13 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ആറ്റിങ്ങലിൽ 14-ൽ 7 എണ്ണം തള്ളി. ഏറ്റവും കൂടുതൽ പേരുടെ പത്രിക തള്ളിയത് പൊന്നാനി മണ്ഡലത്തിലാണ്, ആകെ 12 എണ്ണം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. അതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയത്തെ അപരർക്ക് തിരിച്ചടി. ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരുടെ പത്രിക തള്ളി. UDFന്റെ പരാതിയിലാണ് ജില്ലാ വരണാധികാരിയുടെ നടപടി. ഫ്രാൻസിസ് ജോർജ് എന്നിവരുടെ പത്രികകളാണ് വരണാധികാരി